പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടോ. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഈവനിങ് വ്ളോഗ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈവനിങ് വ്ളോഗ് എടുക്കാനാട്ടോ കൂടുതലിഷ്ടം. അന്നമോളെ അമ്മേനെയും കൊണ്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനും വേണ്ടിയല്ല, ഈ സൈക്കിൾ ഇങ്ങനെ ഉന്തി കൊടുക്കാൻ വേണ്ടിയാണ്. അവൾക്കാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്നെക്കൊണ്ട് അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് ഇങ്ങനെ ഉന്തിക്കില്ല കേട്ടോ ഏറ്റവും വലിയ പരിപാടി. ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണേ. മോച്ച് വരാറായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പുറത്തിരുന്ന് വായിക്കുന്നത്. എനിക്കാണെങ്കിൽ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ദിവസമായിട്ട് ശ്വാസം മുട്ടലും കഫക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അന്നമോള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്നമോൾക്ക് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് വേറെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ, മോച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി അമ്മ അതേ അവിടെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയാണ് അവൾ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോച്ചിൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം ഇവൻ ബസ്സിൽ കയറുമ്പോൾ തൊട്ട് ഉറങ്ങണുണ്ടെന്നാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഇവന് നല്ല ഉറക്കക്ഷീണം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിറങ്ങിയപ്പോഴും അവനിങ്ങനെ ഉറക്കം വരുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു. ചെരുപ്പ് ഊരാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ ഭിത്തി ചാരി നിൽക്കണ്ട കേട്ടോ. അത് കണ്ടപ്പോൾ അനീത്തിയും വന്ന് അങ്ങനെ നിൽക്കണ്ടേ. അവൻ വന്നാൽ ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ഹോംവർക്ക് എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഇതെനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്യണ പോലെ മോച്ചുവിൻ്റെ ബുക്കൊക്കെ അന്നമോൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മുടെ റൂമിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ കർട്ടൻ ഒന്ന് മാറ്റി ഒരു പിങ്ക് കളർ കർട്ടൻ ആക്കിയിട്ടോ. ഇത് അമ്മയുടെ പഴയ സാരി ഞാൻ തയ്ച്ച് എന്താ പറയുക, ഇത് ആ കർട്ടൻ ആക്കി ഇട്ടതാണ്. ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് റൂമിനൊരു പുതിയ ലുക്ക് തന്നൊരു ഫീലാട്ടോ എനിക്ക് തോന്നണേ. പിന്നെ ഞാൻ ചായ എടുത്തു കേട്ടോ കുടിക്കാൻ വേണ്ടി. എനിക്കിങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് ചായ കുടിക്കലൊക്കെ നടക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അന്നാമിയോ മോച്ചോ ഒക്കെ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം മോച്ചുവിനെ ഇങ്ങനെ കളറൊക്കെ അടുപ്പിച്ചു കേട്ടോ. ഞാനിങ്ങനെ നിർത്തി പറയണത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ മോച്ചുവിനെ കളറൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. ചൂലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നമോളാണെങ്കിൽ ഇവിടെ കസേരയൊക്കെ നിരത്തി വണ്ടികളൊക്കെ നിരത്തിയിട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ അടിച്ചു വാരി തൂത്തിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോണത് പോലെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അത് കണ്ടിരുന്നു കേട്ടോ. അന്നമോൾ ഇങ്ങനെ കയ്യേറുന്ന ശീലം അവളുടെ പാലുകൂടി നിർത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണേ. ഇത് പെട്ടെന്ന് പെയ്ത മഴയാട്ടോ. നേരത്തെ ക്ലിപ്പിൽ ഇങ്ങനെയൊരു മഴയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങളെപ്പോലെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഈ മഴയുടെ വരവ്. അന്നമോൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ കൈ നീട്ടി വെള്ളം പിടിക്കാൻ വേണ്ടി അവൾ കുറേ നേരം നോക്കണ്ടായിരുന്നു കേട്ടോ. അന്നമോളുടെ പാവേനെ എടുത്തിട്ട് ഞാൻ എൻ്റെ ബുക്കുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇതെപ്പോൾ നോക്കിയാലും അവൾക്ക് വേണം. അപ്പോൾ പിന്നെ എപ്പോഴും കയ്യെത്തി പിടിച്ചെടുത്ത് കൊടുക്കാവുന്ന സ്ഥലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ ഇത്. അന്നമോൾക്കാണെങ്കിൽ ഇത് ഇവിടെ വെച്ചത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേ. അന്നമോൾ ഇവിടെ നിന്നുകൊണ്ട് ഒളിച്ചേ കണ്ടേ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒളിച്ചേന്ന് പറ, അപ്പോൾ ഞാൻ ഒളിക്കാം. അത് കഴിയുമ്പോൾ കണ്ടേന്ന് പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒളിച്ചേ കണ്ടേക്ക് കളിച്ചു കേട്ടോ. പിന്നെ അന്നമോൾ അവിടെ ഇരിക്കണ കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിലേക്കായിട്ട് പിന്നെ അവളുടെ ഫോക്കസ് ഫുള്ളും. ഇപ്പോൾ മനസ്സിലായില്ലേ അവൾ കണ്ടുപിടിച്ച സാധനങ്ങൾ എന്താണെന്ന്. അവിടെ ഇരിക്കുന്ന പില്ലോ മൊത്തം നിരത്തിയിട്ടു. അവിടെ ഇരിക്കുന്ന എന്താ പറയുക ബെഡ്ഷീറ്റ് പോട്ടെ, നമ്മുടെ പുതപ്പും കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് അതിങ്ങനെ വൃത്തികേടാക്കിയിടലാണ് അന്നമോളുടെ ഏറ്റവും വലിയ പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞ ആ വൃത്തിയുടെ അസുഖം ഇവർ വന്നേ പിന്നെ കേട്ടോ എനിക്ക് മാറിക്കിട്ടിയത്. പിന്നെ മോച്ചു ഇവിടെ ഇരുന്നുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ പിന്നെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ തന്നെ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ വൈകിട്ട് ചോറ് മാത്രമേ അമ്മ ഇങ്ങനെ വാരി കൊടുക്കാറുള്ളൂ. അത് അവൻ തന്നെ കഴിക്കൂല. അത് അമ്മ കഴിപ്പിച്ചാൽ തന്നെ അവൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാവുമ്പോൾ 2 ഗുണമുണ്ട്. വൈകിട്ടത്തേക്കും എടുക്കാം, പിന്നെ രാവിലെ മോച്ചുവിന് സ്കൂളിലും കൊടുത്തുവിടാം കേട്ടോ. അവന് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, അംഗൻവാടി പോയി തുടങ്ങിയതിന് ശേഷം സാമ്പാർ എന്ന് വെച്ചാൽ മോച്ചുവിന് ജീവനാട്ടോ. അപ്പോൾ എന്തായാലും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പയർ ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ അന്നാമിക്ക് കളിക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാശി പിടിച്ചു കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന രംഗം കേട്ടോ. അവളത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം പരിപ്പോട. പപ്പ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. പരിപ്പോട നിർബന്ധം കേട്ടോ വീട്ടിൽ.
ഇതിപ്പോൾ ക്ലോക്ക് കാണിക്കാനോ സമയം കാണിക്കാനോ ഒന്നും വേണ്ടി എടുത്തല്ല കേട്ടോ. ഇവരെ രണ്ടുപേരെയും കാണിക്കാൻ വേണ്ടിയാണ്. ഇത് പപ്പയുടെ അമ്മയും അപ്പനും കേട്ടോ. അന്നമോൾ ഇപ്പോൾ നേരത്തെ കിടന്നുറങ്ങണ്ടേ. ഉച്ചയ്ക്കുള്ള ഉറക്കമൊക്കെ കുറച്ചേ പിന്നെ ഉച്ചയ്ക്ക് ഒട്ടും തന്നെ ഉറങ്ങാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ഒരു 8 മണി 8:30 ആകുമ്പോൾ കയറി കിടക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. നേരത്തെ കയറി കിടന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ ഈ ചുമച്ചും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കായിരുന്നുണ്ടാവും. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ TV ഒക്കെ കണ്ടിട്ടാട്ടോ ഫുഡ് കഴിക്കണത്. ബിഗ് ബോസ് ഇവിടെ എപ്പോഴും വെക്കണതാണ്. എല്ലാ സീസണും നമ്മൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ബിഗ് ബോസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. പിന്നെ സമയം കളയാണ്ട് കയറി കിടക്കാമെന്ന് വിചാരിച്ചു. മോച്ചുവിന് അമ്മ ഉറക്കാൻ നോക്കണ്ട കേട്ടോ. അവൻ ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ കയറിയിട്ടുണ്ട്. ഒരു 6-7 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കണോണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും സമയം കളയാണ്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കിടക്കുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ചെറുപ്പം മുതലുള്ള ശീലമാണ്. നമുക്ക് ചെറുപ്പത്തിലേ ഉള്ള ശീലങ്ങൾ നമ്മൾ തുടർന്ന് പോകുന്നതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ കിട്ടിയേക്കണതാട്ടോ ഈ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലേറ്റ് ഇട്ടായി കിടക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലേറ്റ് ഇടുള്ളൂ കേട്ടോ. ഈ ലേറ്റ് കിടത്താണെങ്കിൽ ആരെങ്കിലും കൂടെ കിടക്കണം. അങ്ങനെയാണ് എൻ്റെ ശീലം. കുറച്ച് നേരം ഇവിടെ കിടന്നു കഴിയുമ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ പോയി സെറ്റിയിലോ ദിവാങ്കോട്ടിലോ ഒക്കെ പോയി കിടക്കും കേട്ടോ. അത് എനിക്ക് എന്തെങ്കിലും ഒരു പേടിയൊക്കെ പെട്ടെന്ന് മനസ്സിൽ കയറുമ്പോൾ പോയി കിടക്കണതാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കൂ കേട്ടോ എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറാൻ.